നമുക്ക് എങ്ങനെയാണ് വേണ്ടപ്പെട്ടവരുടെ വാട്സപ്പ് അതേ വാട്സപ്പ് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് എങ്ങനെയാണ് ആ ചാറ്റൊക്കെ നമുക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പുതിയൊരു വാട്സപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ ചോദിക്കുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ മൊബൈൽ നമ്പർ അല്ല കൊടുക്കേണ്ടത്. അങ്ങനെ നമുക്കിവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും. ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ 2 ഓപ്ഷനിൽ ഹെൽപ്പിൻ്റെ മുമ്പുള്ള ലിങ്ക് ആസ് ഡിവൈസ് എന്ന് പറഞ്ഞ ഈ ഫസ്റ്റത്തെ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു QR കോഡ് ഓപ്പൺ ആയി വരും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏത് വേണ്ടപ്പെട്ടവരുടെ വാട്സപ്പാണോ ആ വാട്സപ്പിന് ഓപ്പൺ ആക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനത് ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏത് വേണ്ടപ്പെട്ടവരുടെ വാട്സപ്പാണ് വേണ്ടത് അദ്ദേഹത്തിൻ്റെ ഫോൺ എടുത്ത് അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ഓപ്പൺ ആക്കുക. വാട്സപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു 3 ഡോട്ട്. ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാൻ സാധിക്കും ലിങ്ക്ഡ് ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. വീണ്ടും ഇവിടെ ഒരു പച്ച കളറിൽ ലിങ്ക് എ ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യൂസ് മൊബൈൽ ഡാറ്റ കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു സ്കാനർ ഓപ്പൺ ആയി വന്നു. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ QR കോഡിൽ ഈ സ്കാനർ വെക്കുന്ന സമയത്തോടു കൂടി നമുക്ക് 2 വാട്സപ്പും ഒരേപോലെ ചാറ്റിങ്ങും ഒക്കെ നടത്താനുള്ള ഓപ്ഷനായിട്ട് നമുക്ക് എനേബിൾ ആയിട്ട് വരുന്നതായിരിക്കും.